ഉംറ നിർവഹിക്കാനുള്ള അവസരം സൗദി മിനിസ്ട്രിയുടെ അറിയിപ്പാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഹജ്ജിന് ശേഷമാണ് ഈ ഉംറയുമായിട്ട് ബന്ധപ്പെട്ട് സൗദി മിനിസ്ട്രിയുടെ ഒരു അറിയിപ്പ് വന്നിട്ടുള്ളത്. GCC രാജ്യങ്ങളിലെ വ്യക്തികൾക്കും താമസക്കാർക്കും ഒക്കെ ഉംറ നിർവഹിക്കാനുള്ള പെർമിറ്റ് ഇപ്പോൾ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള അറിയിപ്പ് സൗദി മിനിസ്ട്രിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. ഇപ്പോൾ GCC രാജ്യങ്ങളിലെ സിറ്റിസൺസിനൊക്കെ നുസൂക്ക് ആപ്ലിക്കേഷൻ വഴി ഇവരുടെ ഉംറ പെർമിറ്റ് ലഭ്യമാണ്. അതുപോലെ തന്നെ GCC രാഷ്ട്രങ്ങളിലെ റെസിഡൻസ് പെർമിറ്റുള്ള ആളുകൾക്ക് ഇലക്ട്രോണിക് വിസ നുസൂക്ക് പ്ലാറ്റ്ഫോം വഴി ഇലക്ട്രോണിക് വിസ ലഭ്യമാണ്. അതുപോലെ തന്നെ ഈ GCC റെസിഡൻസ് പെർമിറ്റുള്ള ആളുകൾക്ക് ട്രാൻസിറ്റ് വിസ, ഇപ്പോൾ സൗദി എയർലൈൻസ്, അത് ഫ്ലൈനാസ് എയർലൈൻസ് വഴിയൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ട്രാൻസിറ്റ് വിസ അവിടെ സൗദിയിൽ പോയി ഉംറ നിർവഹിച്ച് മടങ്ങാനുള്ള ഒരു കാലാവധി അനുവദിച്ചുകൊണ്ടുള്ള ട്രാൻസിറ്റ് വിസ ലഭ്യമാണ്. അതുപോലെ തന്നെ പാക്കേജ് മുഖേന ലഭിക്കുന്ന ഉംറ പാക്കേജ് വിസ, ഇത്തരം വിസകളൊക്കെ വെബ്സൈറ്റ് മുഖേനൊക്കെ നുസൂക്ക് പ്ലാറ്റ്ഫോം വഴി ഇപ്പോൾ റെസിഡൻസ് പെർമിറ്റുള്ള ആളുകൾക്കൊക്കെ ഇപ്പം ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം, ഉംറ ചെയ്യാൻ നിർവഹിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാം. ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യുമ്പോൾ സ്വന്തം ചെയ്യുന്നതിനേക്കാൾ നല്ലത് പരിചയമുള്ള ആളുകളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുന്നതാണ്. ട്രാവൽ ഏജൻസി മുഖേനയൊക്കെ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ ഇത് അപ്ലിക്കേഷൻ്റെ പ്രോസസ്സിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പൈസ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടും. എന്തായാലും പൈസ നമ്മൾ പേ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, GCC സിറ്റിസൺസ് ആൻഡ് റെസിഡൻസ് അല്ലാത്ത ആളുകൾക്ക് ഇന്റർനാഷണൽ പിൽഗ്രിംസിന് ജൂൺ 10 മുതലാണ് നുസൂക്ക് ആപ്ലിക്കേഷൻ വഴിയൊക്കെ എൻട്രി പെർമിറ്റ്, ഉംറ നിർവഹിക്കുന്നതിനുള്ള എൻട്രി പെർമിറ്റ് കൊടുത്തു തുടങ്ങുക. ഓക്കെ, അസ്സലാമു അലൈക്കും.